എറണാകുളത്തപ്പന്റെ സന്നിധിയിൽ വിസ്മയമായി മ്യൂറൽ ചിത്രകലാ ഉത്സവം. എറണാകുളം ശിവക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് AMO ആർട്ട് ഗ്യാലറിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മ്യൂറൽ ചിത്രകലാ ഉത്സവം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ രാജ്കുമാർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര മതിൽക്കെട്ടുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന മ്യൂറൽ കലയെ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 11 പ്രമുഖ ചിത്രകാരന്മാരാണ് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലെ ഗ്യാലറിയിൽ തത്സമയം ചിത്രങ്ങൾ വരയ്ക്കുന്നത്. കലയും ഭക്തിയും സമന്വയിക്കുന്ന ചുവർ ചിത്രങ്ങളുടെ ലാസ്യഭംഗി നഗരഹൃദയങ്ങളിലേക്ക്. എറണാകുളം ശിവക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് AMO ആർട്ട് ഗ്യാലറി സംഘടിപ്പിക്കുന്ന മ്യൂറൽ ചിത്രകലാ ഉത്സവം എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലെ രാജഗോപുര നടയിലുള്ള ഗ്യാലറിയിൽ ആരംഭിച്ചു. എറണാകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ രാജ്കുമാർ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. AMO ആർട്ട് ഗാലറിയുടെ 4ാമത് വർഷത്തിലുള്ള ഒരു ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ ഉള്ളിലുള്ള ഒരു കല അത് സമൂഹത്തിൽ നമ്മളെല്ലാവരും പ്രകൃതിയെ മറ്റേ ആൾക്കാരെ കാണുമ്പോൾ ഇവരത് കാണുന്ന നേരം മനസ്സിൽ കണ്ട കാര്യങ്ങൾ പേപ്പറിലേക്ക് അല്ലെങ്കിൽ മറ്റു ഫ്രെയിമിലേക്ക് ആക്കിയെടുക്കുന്ന ഒരു വലിയൊരു സിദ്ധി കൈവശം ഉള്ളവരാണ്. ദൈവത്തിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളുള്ളവർക്കാണ് അത്തരം പല സിദ്ധികളും കിട്ടുന്നത്. അപ്പം അത്തരം ഒരു ഗ്രൂപ്പ് ആൾക്കാരുടെ ഒരു വലിയ ഒരു സംരംഭമാണിത്. ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ രീതിയിൽ ഇതിന്ന് കോർത്തിണക്കിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. പണ്ടുകാലങ്ങളിൽ ക്ഷേത്രത്തിലെ ശ്രീകോവിലുകളിലും കൊട്ടാരക്കെട്ടുകളിലും മാത്രം ഒതുങ്ങി നിന്നിരുന്ന മ്യൂറൽ ചിത്രകലയെ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രഗത്ഭരായ 11 ചിത്രകാരന്മാർ തത്സമയം മ്യൂറൽ ചിത്രങ്ങൾ വരയ്ക്കുന്നു എന്നതാണ് ഈ ഉത്സവത്തിന്റെ പ്രധാന ആകർഷണം. 30-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഈ കലാവിരുന്നിൽ ചിത്രകാരന്മാർ ഭക്തജനങ്ങളുടെ മുന്നിൽ വെച്ചാണ് ചിത്രങ്ങൾ പൂർത്തിയാക്കുന്നത്. CB കലേഷ് കുമാർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ രക്ഷാധികാരി പ്രകാശ് അയ്യർ അധ്യക്ഷത വഹിച്ചു. അലി, PK സുരേഷ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കഥാകൃത്തുക്കളായ സുരേന്ദ്രൻ TR, സിന്ധു, ബേബി മണ്ണത്തൂർ, രശ്മി മിനിഷ്, റോക്കി, രേഖ ബാബുരാജ്, ബിന്ദു അശോക്, സിന്ധു MB, മഞ്ജുഷ നായർ, സുലോചന സന്തോഷ്, രജനി ശങ്കർ എന്നിവർ പങ്കെടുത്തു. നമുക്കറിയാം, കലാപ്രേമികൾക്ക് ഏറ്റവും കൂടുതൽ ചിത്രങ്ങളോടുള്ള താല്പര്യവും അതേപോലെ തന്നെ ഉത്സവത്തിന് വരുന്ന കലാപ്രേമികൾക്ക് ഇത് ചിത്രങ്ങൾ കാണുവാനും അതേപോലെ തന്നെ പുതിയ തലമുറകളിലേക്ക് ഇത് പകർന്നു നൽകുവാനും 11ഓളം വരുന്ന കലാകൃത്തുക്കൾ ഇവിടെ ഇരുന്ന് തത്സമയം വരയ്ക്കുന്നു. ആ ചിത്രങ്ങളോട് വരച്ചു തീരുന്ന ചിത്രങ്ങൾ ഈ വരുന്ന 30-ാം തീയതി ആറാട്ടോടുകൂടി എറണാകുളത്തപ്പൻ്റെ ആറാട്ടോടുകൂടി ഇവിടെ അവസാനിക്കുമ്പോൾ വരച്ച ചിത്രങ്ങളുടെ നേത്രോന്മീലനമാണ് അന്നേ ദിവസം ഇവിടെ വൈകിട്ട് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ചിത്രരചനയും ഈ ചിത്രപ്രദർശനവും ഒക്കെ കാണുവാൻ നിങ്ങളെല്ലാവരും ഏറെ സ്നേഹത്തോടെ ഹാർദവുമായി എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ നമ്മളുടെ രാജഗോപുര നടയിലാണ് ഈ ചിത്രങ്ങൾ. നിങ്ങളെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.